ശബരിമലയിൽ ആചാര ലംഘനത്തിന്റെ 5 പതിറ്റാണ്ട് കൂടുതൽ കഴിഞ്ഞു. 1972 മുതലാണ് അവിടെ ഈ ആചാര ലംഘനം തുടങ്ങിയത്. അതിപ്പോൾ ഏകദേശം 2025 അപ്പോൾ 50 വർഷത്തിനകത്തുള്ള ഒരു ആചാര ലംഘന കഥകളാണ്. ഇതിന്റെ ആർക്കൈവ് പരിശോധിക്കുമ്പോൾ ശബരിമലയിൽ നിന്ന് കിട്ടുന്നത്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ശബരിമല കൈകാര്യം ചെയ്യുന്ന തന്ത്രി കുടുംബവും ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇതിന് ഉത്തരം പറയണം. ഞാൻ ഇതിന്റെ ആർക്കൈവ്സിലൊക്കെ പോയി ഒരുപാട് രേഖകൾ എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോയപ്പോൾ തപ്പിയെടുത്ത് എനിക്ക് കിട്ടിയ ഒരു രേഖയാണ് 1950 കത്തിപ്പോയതിന് ശബരി ക്ഷേത്രം തീവെപ്പിന് ശേഷം 51 ഈശ്വരൻ നമ്പൂതിരി 3 വർഷക്കാലം 3-4 വർഷക്കാലം അവിടെ പോറ്റിയായിരുന്നു, മേൽശാന്തിയായിരുന്നു. അപ്പൊ വടക്കേടത്തില്ല, മാവേലിക്കര വടക്കേടത്തില്ലത്തുള്ള ഈശ്വരൻ പോറ്റിയുടെ കുടുംബമൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആ കാര്യങ്ങൾ അറിയില്ല. എന്തായാലും മാവേലിക്കര ഉണ്ടെന്ന് തോന്നുന്നു. മക്കളും ചെറുമക്കളും കാണുമല്ലോ. എന്തായാലും അവിടെ ആ പോറ്റി, ഈശ്വരൻ പോറ്റിയെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിന്റെ പേപ്പറുണ്ട്. 51 അതിൽ പറയുന്ന ക്ഷേത്രാരാധന ക്രമങ്ങൾ ഇതാണ്. ക്ഷേത്രത്തിൽ നിത്യനിദാന കർമ്മങ്ങൾ എല്ലാം മേൽശാന്തിയുടെ മുഖ്യ കാർമ്മത്വത്തിൽ നടത്തണം. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാണ് ഈശ്വരൻ പോറ്റിക്ക്. താഴമൻ കുടുംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രായമുള്ള ആളിനെ തന്ത്രി മുഖ്യനായി ശബരിമലയിൽ വർഷം തോറും അദ്ദേഹമാണ് എത്തുന്നത്. തന്ത്രി ശ്രേഷ്ഠൻ, ഇതാണ് വളരെ പ്രധാനം, കേട്ടോ. നിങ്ങൾ 51 കഥയാണ്. തന്ത്രിശ്രേഷ്ഠൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം സന്നിധാനത്തെത്തി മകരമാസം 5-ാം തീയതി കളഭാഭിഷേകം നടത്തിയതിനു ശേഷം ഉച്ചയൂണ് കഴിഞ്ഞ് മടക്കയാത്ര ആരംഭിക്കും എന്നാണ് പതിവ്. അങ്ങനെ അതുവരെ, അതായത് 72 വരെ ഈ വർഷത്തിൽ മകരസംക്രമം നടക്കുന്നത് ജനുവരി 10 മുതൽ 16 വരെ, അങ്ങനെ 12 മുതൽ 16 വരെ, അങ്ങനെ 6 ദിവസം, എല്ലാം കൂടി ഒരു 6 ദിവസം കാലം മാത്രമാണ് അവിടെ എന്ത് പറ്റുള്ളൂ. രാജാവിന് അവിടെ, പിന്നെ തന്ത്രിക്ക് അവിടെ വരാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ജനുവരി മാസത്തിൽ മാത്രമേ അവിടെ വരാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അവിടെ തന്ത്രിക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, പന്തളം കൊട്ടാരക്കാർക്ക് ജനുവരി 16, 17, 18 3 ദിവസം തിരുവാഭരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം മാത്രമേ പറ്റുകയുള്ളൂ. തന്ത്രിക്ക് പറ്റുന്നത് ജനുവരി 12 മുതൽ 18 വരെ 6 ദിവസമാണ് തന്ത്രിക്ക് പറ്റുന്നത്. തന്ത്രി അല്ലാതെ ഒരുപാട് ദിവസമൊന്നും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് കഥ. അപ്പൊ ഈ കഥയിൽ പിന്നെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് നോക്കി തന്നെ പോണം. ഒരു കാരണവശാലും നോക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് പറയുന്നത്, പിന്നെ കൊടിമര പ്രതിഷ്ഠയോ ഉത്സവമോ പുനഃപ്രതിഷ്ഠയ്ക്ക് മുമ്പോ അതിനുശേഷമോ ഉള്ളതായി 3 വർഷത്തെ കാലയളവിൽ ഉള്ളതായി അദ്ദേഹത്തിന് അറിയില്ല. ശബരിമല ക്ഷേത്രത്തിൽ പടിപൂജ സാധാരണമല്ലായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങളും മറ്റ് വിശിഷ്ട കർമ്മങ്ങളും പന്തളം തമ്പുരാന്റെ അംഗീകാരത്തോടു കൂടിയാണ് നടപ്പിലാക്കിയിരുന്നത്. ഇതാണ് 72 വരെയുള്ള കഥ. 72 കഥ മാറി. 72 പ്രാക്കുളം ഫാസി ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇതെല്ലാം അട്ടിമറിക്കുകയും അന്ന് രാജീവ് കണ്ഠരരുവിന്റെ പിതാവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ഠരരു അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടിയാണ് അയ്യപ്പ സേവാ സംഘമൊക്കെ ഉണ്ടാക്കി ലോകം മുഴുവൻ അയ്യപ്പനെ പ്രചരിപ്പിക്കാനൊക്കെ നടന്ന് അവിടെ ഉത്സവത്തിന്റെ പ്രതീതിയിലേക്ക് ശമ്പലം മാറിയത്. അന്ന് മുതൽ ശബരിമലയുടെ വലിയ പ്രശ്നം, ആളുകൂടും, പക്ഷെ അവിടെ അപ്പോൾ വലിയ പ്രതിസന്ധികളും തീപിടുത്തവും കാര്യങ്ങളൊക്കെ അല്ലാതെ ക്ഷേത്രത്തിലല്ല പുറത്തൊക്കെ വരാറുണ്ട്. ഇനി ഇത് നടത്തിയ സമയത്ത് ഇതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത അത് കാനന ക്ഷേത്രമാണെന്നുള്ള മാത്രമല്ല, ലഘുപൂജകളെ പാടുള്ളൂ. അയ്യപ്പൻ മണികണ്ഠൻ വിലയിച്ചതിന് ശേഷം, ശാസ്താ വിഗ്രഹത്തിൽ മണികണ്ഠൻ വിലയിച്ചതിന് ശേഷം കഴിവ് കൂടുകയുമില്ല, കഴിവ് കുറയുകയില്ല, ശക്തി കൂടുകയുമില്ല, ശക്തി കുറയുകയുമില്ല. കൂടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും അതിനേക്കാൾ ശക്തിയുള്ള ഒരു മഹർഷി വന്നാൽ മാത്രമേ കഴിയൂ. ഇതാണ് സങ്കല്പം. അപ്പൊ ഒരു കാരണവശാലും അയ്യപ്പന് കൂടുതൽ പൂജ ചെയ്യുന്നത് കൊണ്ട് അവിടെ ശക്തി കൂടാനും പോകുന്നില്ല, പൂജ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറയാനും പോണില്ല. ലഘുപൂജ മാത്രമേ പാടുള്ളൂ. 1951 തീപിടിച്ചതിന് ശേഷം 50 തീപിടുത്തത്തിന് ശേഷം നടത്തിയ ഒരു പ്രതിജ്ഞയുണ്ട്. വളരെ ചരിത്രപ്രസമായ ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞയിൽ ഈശ്വരൻ പോറ്റിയും അവിടുത്തെ തന്ത്രിയും അവിടെ ഉള്ളവരെല്ലാം എടുത്തൊരു പ്രതിജ്ഞ, ലഘുപൂജ മാത്രമേ ഇവിടെ നടത്തുകയുള്ളൂ, ഇവിടെ ഉത്സവമോ പടിപൂജ പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. അതൊരു പ്രതിജ്ഞ എടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ 72 ഈ കഥ മാറി 80 വന്നപ്പോൾ സാധാരണ ഉത്സവപ്പറമ്പ് പോലെയായി, പടിപൂജയായി. 95 ആയപ്പോൾ പുറപ്പെടാ ശാന്തി എന്നുള്ള കൺസെപ്റ്റ് വന്നു. ശാന്തി പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ കഥകൾ അവിടെ വന്നു തുടങ്ങി. ഇനി എന്താണ് മറ്റു കാര്യങ്ങൾ? ഈ 6 ദിവസം മാത്രമേ തന്ത്രിക്ക് അവിടെ നിൽക്കാൻ പറ്റൂ. ഇനി ആരാണ് തന്ത്രി? അത് നല്ല രസകരമായ ഒരു കാര്യമാണ്. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം
അതായത് തന്ത്രി എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. അത് കഥ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് പരശുരാമനാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ മൊത്തത്തിൽ നിർമ്മിച്ചു എന്നൊരു കഥ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ബ്രാഹ്മണന്മാർക്ക് വേദങ്ങളൊക്കെ കുറച്ച് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ ഗ്രേഡിലുള്ളവരെ കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ടോ, അറിഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് ഹയർ ഗ്രേഡിലുള്ള കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഗോദാവരി തീരത്ത് നിന്ന്, ആന്ധ്രയുടെ തീരത്ത് നിന്ന് കൊണ്ടുവന്നുവെന്നും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മിടുക്കന്മാരാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നു, വെള്ളപ്പൊക്കത്തിലൂടെ നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുകയും ഗോദാവരിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ എന്ന് പറഞ്ഞാൽ തറയിൽ ചവിട്ടിയായിരിക്കും വന്നാലും വെള്ളത്തിനോടൊപ്പം സഞ്ചരിച്ച് ഇവിടെ എത്തിയ ആളുകളെ എന്താണ് തരണനല്ലൂർ, തരണം എന്ന് പറഞ്ഞാൽ തരണം ചെയ്തവർന്നാണ്, നല്ല വെള്ളം തരണം ചെയ്ത് വന്നവർ തരണനല്ലൂർക്കാരും ആയിട്ടുള്ള ഒരു കുടുംബത്തെ തൃശ്ശൂർ കൊണ്ടുവരികയും വെള്ളമൊന്ന് കുറഞ്ഞ് മണ്ണിൽ ചവിട്ടി, വെള്ളത്തെ വകഞ്ഞു മാറ്റിയോ കുറഞ്ഞോ മണ്ണിൽ ചവിട്ടി വന്നവര് താഴമൺകാരെന്ന് വന്നു അവരെ ചെങ്ങന്നൂരും കൊണ്ടുവരുന്നുണ്ട്. അവർ ചെങ്ങന്നൂര് വന്നതിന് ശേഷം പിന്നെ നടക്കുന്ന കഥയാണ് വളരെ രസകരമായ. ആ താഴമൺ കുടുംബത്തിലുള്ളവർക്ക് 3 കാര്യങ്ങളാണ്. ഉപനയനം നമുക്കറിയാം, എല്ലാവർക്കും പോറ്റിയാവണ ഉപനയനം കഴിയണം. പരാവർത്തനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് കഴിയണം. അത് കഴിഞ്ഞാൽ ആ പൂജയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഈ കണ്ഠരരു എന്ന പേരെങ്ങനെ വന്നു. നല്ല രസമാണ്. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്, ഞാനും ഒക്കെ ധരിച്ചിരുന്ന അങ്ങനെയാണ്, ഈ താഴമൺ കുടുംബത്തിൽ ജനിക്കുന്ന ആരും കണ്ഠരരുവാണ് എന്ന് നമ്മൾ ഏത് കുട്ടി ജനിച്ചാലും ഉടനെ കണ്ഠരരു എന്ന് പേരിടാം. തെറ്റ്. അവിടെ നിന്ന് തുടങ്ങുന്ന അടിസ്ഥാന പ്രശ്നം. അങ്ങനെ അവർക്ക് എല്ലാവർക്കും കണ്ഠരരു ആകാൻ പറ്റില്ല. കണ്ഠരുരുവാണ്, കണ്ഠരുരു ആകാൻ പറ്റില്ല. അതായത് അവിടെ ഇത് പഠിച്ചതിന് ശേഷം, ഉപനയനമൊക്കെ കഴിഞ്ഞ് വേദമന്ത്രങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ 3 വർഷം പോയിരുന്ന് കണ്ഠരുരു തന്റെ കണ്ഠം കൊണ്ട്, അതായത് തൊണ്ട കൊണ്ട് വേദമന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ട് 3 വർഷം അവിടെ ചെലവഴിക്കണം. അങ്ങനെ 3 വർഷം ചെലവഴിച്ചുള്ള ഒരു PhD ആണത്. വേദ അധികാരം അനുസരിച്ചും വേദമന്ത്രങ്ങൾ അനുസരിച്ചും ആഗമ സിദ്ധാന്തം അനുസരിച്ചും ചെങ്ങന്നൂർ മഹാക്ഷേത്രത്തിൽ 3 വർഷം തന്റെ കണ്ഠം കൊണ്ട് കാര്യങ്ങൾ ഉരുവിട്ട് പഠിച്ച് അതിലൊരു ഡിഗ്രി പാസ്സാകുമ്പോഴൊന്നും പരീക്ഷ എഴുത്തില്ല, അതിൽ പ്രഗത്ഭനാകുന്ന ആളാണ് കണ്ഠരുരു. അല്ലാതെ താഴമൺ കുടുംബത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് കണ്ഠരരു ആകാൻ പറ്റിയില്ല. ഇനി മോഹന കണ്ഠരരുണ്ട്, മഹേഷ് കണ്ഠരരുണ്ട്, കൃഷ്ണരരുണ്ട്. ഇങ്ങനെ അവിടെ ഇടയ്ക്ക് വെച്ചിട്ട് തർക്കം വരുന്നു. ഈ പണം, കാരണം ശബരിമല പോകുന്ന തന്ത്രിക്ക് നല്ല പണം കിട്ടുന്നു, മക്കൾക്കൊന്നും കൂടെ പോകാനും പറ്റുന്നില്ല. അങ്ങനെ അവർ ടേൺ വയ്ക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ നല്ല രസകരമായ കഥയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജീവ് കണ്ഠരരുവും കൃഷ്ണരരുവും കൂടി അവർ അച്ഛൻ കൂടി തിരുവനന്തപുരത്ത് വന്ന് കുറച്ചു ദിവസം താമസിച്ചതായിട്ടും ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഈ ഒരുപാട് കാര്യങ്ങൾ പറ്റില്ല. എന്തൊക്കെയാണ് പറ്റാത്ത കാര്യങ്ങൾ? ഒന്ന്, ഉദയാസ്തമൻ അവിടെ ആചാരലംഘനവുമായി ബന്ധപ്പെടുത്തി പടിപൂജയും സഹസ്രകലശവും അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ വന്നു. സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ പൂജ നടത്തിയാൽ അവിടെ കിടക്കുന്ന പൂവും പുഷ്പവും അങ്ങനെ ഹോമമൊക്കെ നടത്തിയാൽ അത് ആരും ചവിട്ടേ ഒന്നുമില്ല. പക്ഷെ ശബരിമലയിൽ അത് ചവിട്ടുന്നുണ്ട്. അത് അടുത്ത ആചാരലംഘനം. പടിപൂജ കഴിഞ്ഞാൽ പലപ്പോഴും കൃത്യമായി വൃത്തിയാക്കൽ പരിപാടികളൊക്കെ നടക്കാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അവിടെ പോകുന്നവർ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പൂമൂടൽ വഴിപാടും ഉപപാദികളും ഉത്സവമൊന്നും ശബരിമലയിൽ പറ്റില്ല, നിക്ഷിപ്തമാണ്. ഇനി ഒരു കാര്യം കൂടെയുണ്ട്, 1-2 കാര്യങ്ങളോട് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. മകര സംക്രാന്തി ദിവസം അതും ഒരു തട്ടിപ്പായിട്ട് മാറിയത് പിന്നെയാണ്. ആദ്യകാലത്ത് ശരിക്കും പറഞ്ഞാൽ ആ മലയുടെ മകരജ്യോതിസ് നടക്കുന്ന മലയുടെ പേരിൽ പ്രകാശം വരുമായിരുന്നു. പക്ഷേ അതിനെ വിളക്ക് കൊളുത്തലാക്കി മാറ്റി അതിനെ ഒരു തട്ടിപ്പ് രൂപത്തിലേക്ക് മാറ്റിയെടുത്തതും ദേവസ്വം ബോർഡിന്റെയും അവിടുത്തെ ചേട്ടന്മാരെല്ലാം കൂടെയാണ് അത് ചെയ്തത്. അപ്പൊ അത് ചെയ്യുമ്പോൾ ശബരിമലയിൽ ഇനി പോണവർ ശ്രദ്ധിച്ചോണം. ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് നമുക്ക് തിരിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. തിരിഞ്ഞു നിന്നാൽ ഇറക്കി വിടുമോ? പ്രതിഷ്ഠയോട് മുമ്പത്തോട് നോക്കിയാൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ശബരിമലയിൽ ഈ പൂജ നടക്കുമ്പോൾ, അതായത് മകരജ്യോതിസ് വരുമ്പോൾ എല്ലാവരും എങ്ങോട്ട് തിരിഞ്ഞിരിക്കും? ജ്യോതിസ് കാണാൻ തിരിഞ്ഞിരിക്കും. അപ്പോൾ ശബരിമല അയ്യപ്പൻ എന്ത് കാണണം? ആളുകളുടെ ബേക്ക് വശം കാണണം. ഞാൻ നല്ല ഭാഷയിൽ പറയുന്നു, ഇത് ഒരു അമ്പലത്തിലും പറ്റില്ല. ഇത് ആചാര ലംഘനമാണ്. അതുകൊണ്ട് 18-ാം പടി നിന്ന് താഴെ ഇറക്കണം. ഒരാളെ പോലും 18-ാം പടിക്ക് മുകളിൽ നിന്ന് അയ്യപ്പനെ ഫേസ് ചെയ്ത് നിൽക്കാതെ തിരിഞ്ഞു നിന്ന് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ മകരജ്യോതി കാണാൻ പാടില്ല. ഇത് ആചാര ലംഘനമാണ്. ഇനി ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. 2006 അവിടെ ദേവപ്രശ്നം നടന്നു. ദേവപ്രശ്നത്തിൽ അവർ കണ്ടുപിടിച്ച ഒരു കാര്യം, അതിലും ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് പറയുന്നത്. ദേവപ്രശ്നത്തിൽ ഗൂഢാലോചന ഒന്നും എനിക്ക് പറഞ്ഞുകൂടാ, എന്നാലും ഞാൻ ആരോപിക്കപ്പെടുന്ന ചില കഥകളാണ്, പുറത്തുള്ള ചില കഥകളാണ്. അതിൽ തിരുവാഭരണം കൊണ്ടുവരേണ്ടത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് യോജിക്കുന്നില്ല, കൊണ്ടുവരേണ്ട കാര്യമില്ല.
അവിടെ സ്വന്തമായി തിരുവാഭരണം അവിടെ ഉണ്ടാക്കി വെച്ചുകൊള്ളാം. അന്നേ ചിലപ്പോൾ ഈ തട്ടിപ്പ് പരിപാടി തുടങ്ങി കാണുമായിരിക്കും. എന്തായാലും അതിനെതിരെ കൊട്ടാരം കോടതിയിൽ പോയി. അവർക്ക് ഹൈക്കോടതി അത് തള്ളി. സുപ്രീം കോടതി പോയി അവർ സുപ്രീം കോടതി വിധി സമ്പാദിച്ചു 2011. എന്നിട്ട് 2019 ദേവസ്വം ബോർഡ് സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു ദേവസ്വം ബോർഡോ ദേവസ്വം ഒരു കമ്മീഷണറോ സംവിധാനം വെച്ചുകൊണ്ട് ശബരിമലയെ മാറ്റണമെന്ന് സുപ്രീം കോടതി വിധിയുമുണ്ട്. എന്നാൽ അപ്പോഴാണ് പുതിയ പുതിയ ചിന്തകൾ വരികയും 2019 ഈ ഓർഡർ സുപ്രീം കോടതി ഓർഡർ നടപ്പിലാക്കും. കാരണം പന്തളം കൊട്ടാരം ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ് വിശ്വാസി സമൂഹം. അതുകൊണ്ട് നടപ്പിലാക്കുമെന്ന് മനസ്സിലാക്കിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അന്നത്തെ ദേവസ്വം മന്ത്രിയും അന്നത്തെ തന്ത്രിയും രാജീവ് തന്ത്രിയും അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, എന്തായാലും ഇത് പന്തളം കൊട്ടാരത്തിന്റെ കേസിൽ ഇത് മാറാൻ പോകുന്നു. ശബരിമല 2019 മുതൽ ഇനി അടുത്ത വർഷങ്ങളിൽ ഇത് മാറും. ഇത് മനസ്സിലാക്കിയിട്ടാണ് സ്വർണ്ണപ്പാളി കച്ചവടം അവിടെ തുടങ്ങി. എന്തായാലും ശബരിമല ക്ഷേത്രം നമ്മളെ കയ്യിൽ നിന്ന് പോകും. അത് ഗവൺമെന്റിന് ചെറിയൊരു ട്രസ്റ്റിഷിപ്പായി നിന്നുകൊണ്ട് ക്ഷേത്രത്തിന്റെ മുഴുവൻ സംവിധാനം ഒരു സ്വതന്ത്ര ബോഡിയിലേക്ക് സുപ്രീം കോടതി കൊടുക്കും. അപ്പൊ പിന്നെ നമുക്കിത് ഉള്ളത് അടിച്ചു മാറ്റാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അടിച്ചുമാറ്റൽ പരിപാടി ആരംഭിച്ചു. ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ളത്. അപ്പൊ ഇതിനുശേഷം 2016 25 ഒക്കെ വ്യത്യസ്ത കത്തുകൾ 1988 98 പന്തളം കൊട്ടാരത്തിൽ നിന്ന് ധാരാളമായിട്ടുള്ള എന്ത് കൊടുത്തിട്ടുണ്ട്, കത്തുകൾ ഗവൺമെന്റിന് പോയിട്ടുണ്ട്. അത് പ്രശാന്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ രസകരമായ അത്തരം കുറെ കാര്യങ്ങൾ ശബരിമലയിലുണ്ട്. ആചാരങ്ങൾ റീകോഡ് ചെയ്യണം എന്നൊരു ചിന്ത ഇപ്പൊ വന്നിട്ടുണ്ട്. ലഘുപൂജയും ധ്യാനവും ആയിട്ടിരിക്കുന്ന മഹർഷിയായി ഇരിക്കുന്ന ഒരു കന്യകാത്വം ഉള്ള വായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രം, ഒരുപാട് വിഷയങ്ങളുമായി സ്ത്രീകളുടെ വിഷയങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ലഘുപൂജകൾ മാത്രമേ പാടുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തതിന് ശേഷം അത് ലംഘിക്കപ്പെട്ടു 72 മുതൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ കളഭപൂജ 6 ദിവസം മാത്രം ഉണ്ടായിരുന്നത് പല ദിവസങ്ങളിലാകുന്നു. പടിപൂജ നടക്കുന്നു. ഞാൻ ഈ പറഞ്ഞ മകരവിളക്കിന്റെ കാര്യം നടക്കുന്നു. ഇതിനിടയിലാണ് പന്തളം കൊട്ടാരത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു കാര്യം കൂടെ നടക്കുന്നു. അവിടെ രണ്ട് പേര് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 സ്ത്രീകളെ ഇത് നടക്കുന്നുണ്ട്. ഈ തിരുവാഭരണവുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ ഒരു പരിപാടി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതും കൂടി നമുക്കൊന്ന് പറയാം. തിരുവാഭരണവുമായി ബന്ധപ്പെടുത്തി അവിടെ എന്ത് നടക്കുന്നുണ്ട്, പൂർണ്ണയും പുഷ്കല എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു രൂപം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു പൂജയുണ്ട് മകരജ്യോതി സമയത്ത്. അതെന്തിനാ തിരുവാഭരണം ചാർത്തുമ്പോൾ അതെന്തിനെന്ന് വെച്ചാൽ പന്തളം കൊട്ടാരം രാജാവിന്റെ ആഗ്രഹം മണികണ്ഠൻ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ച് യുവരാജാവായി കഴിയണമെന്നായിരുന്നു. അതിന് സാധിക്കാത്തത് കൊണ്ട് മണികണ്ഠൻ തന്നെ കൊടുത്തിരിക്കുന്ന അച്ഛന് സ്വപ്നത്തിൽ കൊടുത്ത ഒരു വാക്കാണ്, ഒരു വർഷത്തിൽ ഒരു ദിവസം ഞാൻ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഞാൻ ഈ അച്ഛന്റെ ആഗ്രഹപ്രകാരം ഞാൻ അവിടെ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ദിവസം മാത്രമാണ് പൂർണ്ണയും പുഷ്കലയുടെയും വിഗ്രഹങ്ങൾ വെച്ച് ചെയ്യുന്നു. 5 ദിവസം മാത്രമേ ശബരിമല എല്ലാ മാസവും തുറക്കുന്നുള്ളൂ. അതെന്തിനെന്ന് വെച്ചാൽ 5 ബ്രഹ്മ വിഷ്ണു മഹേശ്വര മുരുകൻ ഗണപതി തുടങ്ങിയ 5 പേരുടെ പേരിലാണ് 5 ദിവസവും പൂജ നടക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അവിടെ വളരെ കൃത്യമായ ആചാര ലംഘനമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ മുഖ്യ കാർമ്മികത്വം നയിക്കുന്നത് ചെന്നത്തി പറഞ്ഞു ചെല്ലുമ്പോൾ തന്ത്രി കുടുംബത്തിലേക്ക് പോകേണ്ടി വരും. ഞാൻ അങ്ങനെ ആക്ഷേപിക്കുന്നില്ല. അവിടെ കണ്ടരരു എന്ന് പറയുന്ന ആ ഡിഗ്രി പോലും ആ ഒരു സ്റ്റേജ് പോലും എത്താത്ത തന്ത്രിമാർ അവിടെ ഉണ്ടോ? അത് എല്ലാവരും അത് എത്തിയവരാണോ? എന്തായാലും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ പറയുന്നത് അവിടെ ഇങ്ങനെ 3 വർഷക്കാലം താഴമൻ കുടുംബങ്ങളിൽ നിന്നോ തെരടനല്ലൂർ അവിടെ തൃശ്ശൂർ കുടുംബത്തിൽ നിന്നോ ആരും വന്ന് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഈ കണ്ടത്തിലൂടെ അല്ലെങ്കിൽ കണ്ടരൂരു ചെയ്യുന്നില്ല എന്നുള്ളൊരു വാദവുമുണ്ട്. എന്തായാലും വളരെ കൃത്യമായ ആചാര ലംഘനം ശബരിമലയിൽ നടക്കുന്നത് കൂടി കൊണ്ടാണ് ഇടയ്ക്കിടെ ഒരുപാട് ദുർഗതികൾ വരുന്നു എന്നൊരു വാദമുണ്ട്. എന്തായാലും 2019 അത് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴാണ് ഈ ചേട്ടന്മാർക്കെല്ലാം കാലിളകി ഇത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചത്.